നമസ്കാരം. ശബരിമല സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളം മുഴുവൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതെങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ BJPയും CPMും പ്ലാൻ ചെയ്യുന്നത്. നമുക്കറിയാം, കേരളം കണ്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പാണ് ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ CPMലെ നേതാക്കന്മാർ മാത്രമല്ല BJPയിലെ നേതാക്കന്മാരും കുടുങ്ങുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്നാൽ UDF കൺവീനർ അടൂർ പ്രകാശ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൊണ്ട് ഡൽഹിയിൽ സോണിയാഗാന്ധിൻ്റെ അടുത്ത് പോയി ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന ഒരു വിവാദം കത്തിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭരണത്തിലിരിക്കുന്നത് പിണറായി വിജയനും ദേവസ്വം മന്ത്രിയും അതേപോലെ അതിൻ്റെ കീഴിലുള്ള ആൾക്കാർ അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരായതിനാൽ LDFൻ്റെ ആൾക്കാരായതിനാൽ സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്നതുകൊണ്ട് അടൂർ പ്രകാശിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ആ വിവാദത്തെ മറയ്ക്കാൻ പറ്റുന്നില്ല. പകരം വേറെ വിവാദം കൊണ്ട് അത് മറക്കണം. അത് കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് VV രാജേഷ് കഴിഞ്ഞ ദിവസം മേയറായപ്പോൾ ഒരു ബോംബ് പൊട്ടിച്ചത്. എന്താണ് ബോംബ് പൊട്ടിച്ചത്? അതിന് മുമ്പായിട്ട് ആ ബോംബ് പൊട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, VV രാജേഷ് എങ്ങനെയാണ് മേയറായത്? നമ്മുടെ ശ്രീലേഖ IPSനെ മേയറാക്കിയതൊക്കെ അവസാനം ഭക്ഷണം വിളമ്പാൻ ഇല ഒക്കെ വെച്ച ശേഷം രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി ശ്രീലേഖയാണ് മേയർ എന്ന് പ്രഖ്യാപിക്കാൻ സമയത്ത് വി മുരളീധരനും K സുരേന്ദ്രനും VV രാജേഷും അതേപോലെ പിണറായി വിജയനും ചേർന്ന് ഡൽഹിയിൽ അമിത്ഷായ്ക്ക് കൃത്യമായി നിർദ്ദേശം കൊടുത്ത് അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ തലയ്ക്ക് മുകളിലൂടെയാണ് VV രാജേഷിനെ കൊണ്ടുവന്നത്. അതായത് ശ്രീലേഖയെ അട്ടിമറിച്ച് ഒരൊറ്റ നിമിഷം കൊണ്ട് മേയറായ ആളാണ് VV രാജേഷ്. കഴിഞ്ഞ ഒരു വർഷമായി തിരുവനന്തപുരത്ത് BJPക്കുള്ളിൽ തീരെ മൂലക്കിട്ട ഒരാളായിരുന്നു VV രാജേഷ് എങ്കിൽ ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് VV രാജേഷ്. ആ VV രാജേഷ് എന്നെ ഒരു ഉത്തരവാദിത്തം കൊടുത്തിരുന്നു പിണറായി വിജയൻ. കാരണം ഞാൻ മേയറാക്കി തരുമ്പോൾ ചില ഉത്തരവാദിത്തങ്ങൾ തിരിച്ചു തരണം. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP മിണ്ടാൻ പാടില്ല, മാത്രമല്ല ആ വിഷയം മറയ്ക്കാൻ മറ്റൊരു വിഷയം കൊണ്ടുവരണം. അങ്ങനെയാണ് VV രാജേഷ് 113 ബസ് കോർപ്പറേഷൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കോർപ്പറേഷന് സെൻട്രൽ ഗവൺമെൻറ് തന്ന പണമാണ്. പെട്രോളും ഡീസലൊന്നും ഉപയോഗിക്കാതെ വൈദ്യുത ബസ്സുകൾ ഉപയോഗിച്ച് തിരുവനന്തപുരത്ത് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബസ് മേടിച്ചത്. ആ ബസ് ആരോടിക്കുകയാണ്? നമ്മുടെ KSRTC ഓടിക്കുകയാണെന്നുള്ള പറയുന്ന ഒരു കാര്യം. ഈ ആരോപണം ഉന്നയിച്ച ശേഷം അതിനകത്ത് വളരെ നമ്മുടെ മന്ത്രി ഗണേശൻ അതിന് മറുപടി പറയുകയുണ്ടായി. ഇതിന് പകരമായിട്ട് വളരെ വിനയത്തോടുകൂടി ലളിതമായി, എനിക്കധികം പരിചയമൊന്നുമില്ല, ഞാൻ ഗണേശൻ അത്ര പരിചയമില്ലാത്ത ഒരാളാണ്, ഗണേശൻ മന്ത്രിയായ ആളാണ്, വലിയ മുഖ്യമന്ത്രിമാരുടെ കീഴിൽ വർക്ക് ചെയ്ത ആളാണ്, മാത്രമല്ല അദ്ദേഹത്തിന് രാഷ്ട്രീയ പാരമ്പര്യമുണ്ടെന്നൊക്കെ സുഖിപ്പിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കി. എന്നിട്ട് പറഞ്ഞു, ഇതിലിങ്ങനെ ഒരു വിവാദമുണ്ട്, ഞങ്ങൾക്ക് ഈ ബസ് ഈ തിരുവനന്തപുരംകാർക്ക് ഓടിക്കാൻ വേണ്ടി, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞൊരു പ്രസ്താവന ഇറക്കിയത്. ആ പ്രസ്താവന കേൾക്കാം. വെല്ലുവിളിക്കാനല്ല അദ്ദേഹം എന്നെക്കാൾ കൂടുതൽ തെരഞ്ഞെടുപ്പിന് ജയിച്ചിട്ടുള്ള, ഞാൻ രണ്ടാമതായിട്ടാണ് തെരഞ്ഞെടുപ്പിന് ജയിക്കുന്നത്. അത് ഒരു വാർഡിൽ നിന്നാണ് ജയിച്ചത്. അദ്ദേഹം എന്നെക്കാൾ വളരെ മുമ്പ് എന്നെ പ്രായത്തിൽ തന്നെ ജയിക്കുകയും മന്ത്രിയാവുകയൊക്കെ ചെയ്തിട്ടുള്ള പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ആളാണ്. നല്ലൊരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെക്കാൾ കൂടുതൽ ജനങ്ങളുടെ വികാരം അറിയാം. അദ്ദേഹം സ്വാഭാവികമായിട്ട് ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ആളാണ്. അതുപോലുള്ള ജനങ്ങളുടെ വികാരം ജനപ്രതി എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു കൗൺസിലറുടെ ഒരു മേയറുടെ ഉത്തരവാദിത്വമാണ് പറഞ്ഞത്. കൃത്യം ഇത് പുറത്തു വന്ന് കുറച്ച് സമയത്തുള്ള തന്നെ ഗണേശൻ 2 ദിവസത്തിനുള്ളതിന് മറുപടിയുമായി ഇറങ്ങി. ആ മറുപടി കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഗണേശൻ VV രാജേഷിനെ അടിച്ചൊതുക്കി എന്ന് തോന്നിപ്പോകും. അതിന് കാരണം 5 വർഷമായി ഈ ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൽ കേരള ഗവൺമെൻറ്റിന് 500 കോടിയുമുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. വെറും 113 കോടി രൂപ മാത്രമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റേതുള്ളത്. അങ്ങനെയുള്ള കാര്യത്തിൽ കേരള ഗവൺമെൻറ്റിൻ്റെയും കൂടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ഈ ബസ്സിൻ്റെ ഞങ്ങൾക്ക് കൂടെ അവകാശമുണ്ട്. എന്നിരുന്നാലും ഈ ബസ്സെല്ലാം ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. ആ ബസ് ഇനി 5 വർഷം ഇപ്പം 5 വർഷം ഞങ്ങൾ ഓട്ടിച്ചു കൊണ്ടു നടക്കുകയാണ്. 28 ലക്ഷം രൂപ വേണം ഇനി ആ ബസ്സിന് ബാറ്ററി മേടിക്കാൻ. മാത്രമല്ല തിരുവനന്തപുരം സിറ്റി വിട്ട് ദൂരത്തേക്കുള്ള ബസ്, അവിടെയുള്ള ആളുകൾക്കൊക്കെ ഉപകരിക്കുന്ന ബസ്, ഇനി അവിടെയുള്ള ജനങ്ങൾക്കൊന്നും ബസ്സിൽ കയറി വരണ്ട എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രം തന്നെ
ഇന്നലെ ഗണേശൻ പൊട്ടിക്കുകയാണ്. കേട്ട് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മൾ തോന്നിപ്പോകും എത്ര കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗണേശൻ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകും. നമുക്ക് ഗണേശൻ്റെ പ്രസ്താവന കേട്ട് നോക്കാം. അടുത്ത വർഷം നോക്കുമ്പോഴത്തേന് ബാറ്ററി തീരും. ബാറ്ററി പോയി 5-ാം വർഷം ബാറ്ററി പോയാൽ 28 ലക്ഷം രൂപ വേണം ഇതിൻ്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കൂ, ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത്, ഇത് കൈനഷ്ടം തന്നെയാണ്. കാരണം 28 ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും, ഡീസൽ മിനി ബസ് കിട്ടും. അപ്പോൾ നമ്മൾ വാങ്ങിയല്ലോ, ഐഷറിൻ്റെ വണ്ടി വാങ്ങി, നിങ്ങൾ കണ്ടതാണ്. ആ വണ്ടിയുടെ ശരാശരി കിലോമീറ്റർ വരുമാനം എന്ന് പറയുന്നത് 52 രൂപ വരെ വരുന്നുണ്ട്. കോടി വരെയാണ് ഇപ്പോൾ പുതുതായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് 28 ലക്ഷം. ഇതിൻ്റെ വില 1 കോടി രൂപയാണ് ഒരു വണ്ടിക്ക്. ഒരു വണ്ടിക്ക് 1 കോടി രൂപ. 5-ാം വർഷം ഈ വണ്ടിക്ക് 25 ലക്ഷം രൂപ 28 ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം. ഇതെല്ലാം വളരെ വ്യക്തമായി കാണാം. സാങ്കേതികമായി അറിയാവുന്നവർക്ക് ഇത് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഈ വലിപ്പം തന്നെയുള്ള ഡീസൽ മിനി ബസ് വാങ്ങിയ വണ്ടികൾക്ക് 50-ന് മേളിൽ EPK കിട്ടുന്നുണ്ട്, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഓടുന്ന വണ്ടികൾ. പിന്നെ നെടുമങ്ങാട് താമസിക്കുന്നവരെയും പോത്തൻകോട് താമസിക്കുന്നവരെയും ആറ്റിങ്ങൽ താമസിക്കുന്നവരെയും നെയ്യാറ്റിങ്കര താമസിക്കുന്നവരെയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, വണ്ടി കയറ്റൂല എന്ന് പറയാൻ കേരള സർക്കാരിന് കഴിയില്ല. എനിക്ക് വളരെ ക്ലിയറായിട്ട് പറയാം. മേയർ അദ്ദേഹം എന്നോട് സംസാരിക്കുകയോ ഞങ്ങൾ കത്തുകയും ചെയ്തിട്ടില്ല. വളരെ ഫ്രീ ഹാൻഡായിട്ട് പറയുന്നു. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാൻ ഒക്കത്തില്ല. ഞങ്ങൾ പകരം 150 വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും. കേട്ടല്ലോ, ഇത് കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കൃത്യമായി ഗണേശനും അതേപോലെ VV രാജേഷും കൂടെ ഇരുന്ന് പ്ലാൻ ചെയ്ത് കൃത്യമായ ഒരു മറുപടി തയ്യാറാക്കി. ഉടൻ തന്നെ VV രാജേഷ് മറ്റൊരു മറുപടി കൊടുത്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തിരുവനന്തപുരത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടല്ല, ആദ്യം പറഞ്ഞത് ഗണേശൻ പറഞ്ഞത് ഞങ്ങളെ KSRTC ഗ്യാരേജിലൊന്നും ഈ വണ്ടി ഇടേണ്ടതാണ്. എന്നാൽ VV രാജേഷ് പറഞ്ഞ ഞങ്ങൾക്ക് 1000 ബസ്സുകൾ ഇടാനുള്ള കോർപ്പറേഷൻ്റെ സ്ഥലമുണ്ട്, ഞങ്ങൾ അവിടെ കൊണ്ടിടും. പക്ഷെ ഞങ്ങൾ ഈ ബസ്സുകൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല. കാരണം 5 വർഷം ഓട്ടിച്ച് അതിൻ്റെ എല്ലാ മജ്ജയും മാംസവും ഒക്കെ തേഞ്ഞ് അതിൻ്റെ രക്തം ഊറ്റി കുടിച്ച ശേഷം ആ ബസ് ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇനി അത് ബസ് ഓടണമെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ 28 ലക്ഷം രൂപ മുടക്കി ആ ബസ്സിന് എന്തിടണം, അതിന് ആവശ്യമായ ബാറ്ററി മേടിച്ചിടണം. അതിന് ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ തന്നെ ഓടിക്കേ, പക്ഷെ ഞങ്ങളുടെ ആവശ്യം കരാർ ലംഘിച്ചു എന്ന് പറയുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചടിച്ചു. ആ പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേൾക്കാം. മറ്റൊന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു, ഒരു കത്ത് കൊടുത്താൽ 113 ബസ്സും 1 മണിക്കൂറിനുള്ളോ 24 മണിക്കൂറിനുള്ളോ തിരിച്ചു. ഞങ്ങൾക്ക് ആ പ്ലാനില്ല. കാരണം ഈ ഇലക്ട്രിക് ബസ്സുകളെ കുറിച്ച് അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ്. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം. ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട്. ബസ് വാങ്ങുന്നതിൻ്റെ 70% പൈസയും ബാറ്ററിക്കാണ് ആവുന്നത്. ആ ബസ്സിൻ്റെ നല്ല കാലം മുഴുവൻ അത് ഏകദേശം ഓടിക്കഴിഞ്ഞു. ഇനി ആ 113 ബസ് തിരിച്ചെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കണമെന്നോ ബസ് ഓടരുതെന്നോ മറ്റുള്ള സ്ഥലങ്ങളിലെ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടെന്നുള്ള പോയിൻ്റൊന്നുമില്ല. കേട്ടല്ല, ഇതും പോരാഞ്ഞ് VV രാജേഷ് അടുത്തൊരു വെടിപൊട്ടിച്ചത് എന്താ അറിയാമോ? ഇത് ഞങ്ങളല്ല ആദ്യം ഇത് പറഞ്ഞത്, ആര്യ രാജേന്ദ്രനാണ് ഇത് പറഞ്ഞത്. കരാർ ലംഘിച്ചുകൊണ്ട് കോർപ്പറേഷനും KSRTC ഞങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്, തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ട്രിവാൻഡ്രത്ത് വൈദ്യുതി ബസ് ഓടിക്കുന്നത് അവിടെ പൊല്യൂഷൻ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങൾ മേടിച്ചതെന്നാണ്, ഞങ്ങൾ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് VV രാജേഷ് വീണ്ടും തിരിച്ചടിച്ചു. അതായത് മുള്ളിനെ മുള്ളാലെ എടുക്കുക. അതായത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വീഴ്ചകളെ അതേ പടിയിൽ തന്നെ മുള്ളാലെ എടുത്തുകൊണ്ട് അവർക്ക് തിരിച്ചടിക്കുക. അങ്ങനെ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇതിലേക്ക് തിരിയുക. അതായത് VV രാജേഷും അതേപോലെ മന്ത്രി ഗണേശനും കൂടി ഇപ്പോൾ ഒരു പൊറാട്ട് നാടകം തിരുവനന്തപുരത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അതും കൂടെ കേട്ടിട്ട് പറയാം. അങ്ങയുടെ ഗവൺമെൻറ് ഗതാഗത മന്ത്രി, അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വം നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രം, ഇല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേ. 2024 സെപ്റ്റംബർ മാസം 7-ാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ്റെ FB പോസ്റ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ പറയുന്നത്, ഞാൻ തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത്. ഞങ്ങൾ ആദ്യം പറഞ്ഞ പോയിന്റ്, നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി 115 വൈദ്യുതി ബസ്സുകൾ KSRTC സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത്. നഗരസഭ സ്വിഫ്റ്റിന് വാങ്ങി നൽകിയതെന്നാണ് LDF മേയർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ്, ഇതാണ് ത്രികക്ഷി കരാർ.
ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. എന്നാൽ KSRTC ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത്. നഗരപരിധി വിട്ടുള്ള സർവീസുകൾക്ക് നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം. നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടികൾ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. നഗരത്തിലെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്നതെന്ന് നഗരസഭ ഉറപ്പുവരുത്തും എന്ന് തുടങ്ങിയിട്ടാണ് ആര്യ രാജേന്ദ്രൻ്റെ 2024 സെപ്റ്റംബർ 7 ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ LDFിൻ്റെ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ളത്. അത് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ കരാർ പാലിക്കണം. ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം. LDF ഗവൺമെൻറ്റിനോട് പറയുന്നത് LDF ഗവൺമെൻറ് ഒപ്പിട്ട കരാറാണ്. LDFിൻ്റെ നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത്. അത് പാലിക്കണം. ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ആവശ്യമാണ്. കേട്ടല്ലോ. അതായത് അടിക്കടിയും ഇടുക്കിടിയും തല്ലിന് തല്ലും ചീത്ത പറച്ചിലിന് അതിനേക്കാൾ ഭീകരമായി പറയലും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടി കാര്യം നിസ്സാരം പ്രശ്നം ഗുരുതരമാക്കി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ജനങ്ങളെ ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് സ്വർണ്ണപ്പാളി വിവാദത്തിൽ BJP നേതാവും അതേപോലെ CPM നേതാക്കന്മാരും തട്ടിയെടുത്ത കോടിക്കണക്കിന് രൂപയുടെ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ. അല്ലെങ്കിൽ VV രാജേഷ് കൃത്യമായി പറയണം, ഞങ്ങൾക്ക് 5 വർഷം ഓട്ടിച്ച വകയിൽ ഞങ്ങൾക്ക് ഇത്ര ലാഭം കിട്ടാനുണ്ട്, ആദ്യം ഇവിടെ കൊണ്ടുവെക്ക് എന്ന് പറയണം. അങ്ങനെ പറയാൻ VV രാജേഷ് തയ്യാറല്ല. ബഹുമാന പുരസരം മേയർ അദ്ദേഹവും മന്ത്രിയും തമ്മിലുള്ള ഈ നേർക്കുനേർ യുദ്ധം കണ്ടു നിൽക്കുന്ന കാണികൾക്ക് രസം തോന്നുമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള കളി പിണറായി വിജയൻ്റെ തലച്ചോറാണ്, ചാണക്യ ബുദ്ധിയാണെന്ന് അതിലപ്പുറം അറിയേണ്ട ആവശ്യമുണ്ടോ? ഈ VV രാജേഷിനെ തിരുവനന്തപുരത്തെ മേയറാക്കി പ്രതിഷ്ഠിച്ചിട്ടുള്ളതും BJP അധികാരത്തിലെത്തിക്കാൻ 16 സ്ഥലങ്ങളിൽ CPM വോട്ട് മറച്ച് കൊടുത്തിട്ടുള്ളതും പിണറായി വിജയനല്ലേ? ആ പിണറായി വിജയനും VV രാജേഷും കൂടി കളിക്കുന്ന ഒത്തുകളി കണ്ട് രസിക്കാൻ അത്ര രസമൊന്നുമില്ല കേട്ടോ. കാരണം സ്വർണ്ണ തട്ടിപ്പിൽ പിണറായി വിജയൻ ഏത് സമയത്തും കുടുങ്ങും, കടകംപള്ളി ഏത് സമയത്ത് കുടുങ്ങും എന്നുള്ളൊരവസ്ഥയിൽ അങ്ങനെ പോവുകയാണ് കേരളം. അത് കാത്തിരിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഉണ്ടയില്ലാ വെടി പൊട്ടിച്ച് ജനങ്ങളെ ശ്രദ്ധ മാറ്റല്ലേ VV രാജേഷേ. താങ്കൾ നല്ലൊരു മിടുക്കനായ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് കുറച്ച് ദിവസം കൊണ്ട് തെളിയിച്ചിട്ടുണ്ടെങ്കിലും അത് പിണറായി വിജയനുമായുള്ള ധാരണപ്രകാരം നടത്തുന്ന കസർത്തുകളാണെന്ന് മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടിവരില്ല എന്നുകൂടി മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം.